ഹലോ ഫ്രണ്ട്സ്, കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. തൊണ്ടയ്ക്ക് കുറച്ച് പ്രോബ്ലം ആയതുകൊണ്ട് ഒരു മാസത്തോളം വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്ന് നമുക്ക് സ്നാപ്സീഡിലെ 2 ട്രിക്ക് നമുക്ക് പരിചയപ്പെടാം. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ആകുന്ന 2 ട്രിക്കാണ്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം വരുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തി വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതാണ്. സ്നാപ്സീഡ് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കും. നമുക്കൊരു ഫോട്ടോ ആഡ് ചെയ്യാം. ഇവിടെ ഫുള്ള് പിമ്പിൾസ് ഉള്ളൊരു വീഡിയോ നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ്. ഈ പിമ്പിൾസ് എങ്ങനെ റിമൂവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ടൂൾസിൽ പോകാം. ടൂൾസ് നമുക്ക് ഹീലിംഗ് എന്നൊരു ടൂൾ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം ഈ ഫോട്ടോ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുക. സൂം ചെയ്ത ശേഷം എവിടെയാണോ നമുക്ക് പിമ്പിൾസ് ഉള്ളത് അവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇത് എവിടെയും കാണാൻ സാധിക്കും പിമ്പിൾസ് റിമൂവ് ആവുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, സൂം ചെയ്തിട്ട് വേണം ഇത് ടച്ച് ചെയ്ത് കൊടുക്കാൻ. ഈ ഫോട്ടോയിലെ പിമ്പിൾസ് മൊത്തം മാറിക്കുന്നത് കാണാൻ സാധിക്കും. കണ്ടോ? ഇതാണ് ആദ്യത്തെ ഒരു ടൂൾ. രണ്ടാമത്തെ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു സിനിമാറ്റിക് ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് പലരും പോസ്റ്റ് ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതെങ്ങനെ നമുക്ക് സ്നാപ്സീഡ് വഴി ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അതായത് നിങ്ങളൊരു ലാൻഡ്സ്കേപ്പിലെടുത്തൊരു ഫോട്ടോ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ടൂൾസ് എടുക്കുക. ടൂൾസ് എടുത്ത ശേഷം ക്രോപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് 16:9 എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ക്രോപ്പായി കാണാൻ സാധിക്കും. അതിനുശേഷം വീണ്ടും ടൂൾസിൽ പോവുക. ടൂൾസിൽ പോയ ശേഷം നമുക്കിവിടെ എക്സ്പാൻഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ സ്മാർട്ട് വൈറ്റ് ബ്ലാക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. വൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം കറക്റ്റാക്കി കൊടുക്കുക. അതിനുശേഷം ടിക്ക് അടിക്കുക. വീണ്ടും നമ്മൾ ടൂൾസിൽ പോവുക. അതിനുശേഷം ക്രോപ്പ് അടിക്കുക. ക്രോപ്പ് ചെയ്ത ശേഷം അടിച്ച ശേഷം നമ്മൾ ഇവിടെ ഫ്രീ കൊടുക്കുക. ഫ്രീ കൊടുത്ത ശേഷം നമ്മൾ ഈ ലെഫ്റ്റ് റൈറ്റ് സൈഡിലുള്ള വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞിട്ട് നമ്മൾ മുകളിലോട്ടുള്ളതും താഴോട്ടുള്ളതും മാത്രം എടുക്കുക. ടിക്ക് കൊടുക്കുക. കുറച്ച് വൈറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതോടെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, റെഡി. ഇത് നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സിനിമാറ്റിക് എഫക്റ്റ് വരുന്നത് കാണാൻ സാധിക്കും. ഞാൻ ഇൻസ്റ്റയിൽ എൻ്റെ ഒരു പോസ്റ്റ് കാണിച്ചു തരാം. എവിടെയെങ്കിലും എൻ്റെ ഈ പോസ്റ്റ് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു സിനിമാറ്റിക് എഫക്റ്റ് വന്നിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 ട്രിക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.